2002 ഡിസംബർ 7 ആംസ്റ്റർഡാമിലെ വാൻഗോഗ് മ്യൂസിയത്തിൽ നിന്നും 2 അമൂല്യ ചിത്രങ്ങളാണ് മോഷണം പോയത്. മോഷണത്തിനു പിന്നിൽ ഒക്ടേവ് ഡ്യൂറാം എന്ന കുപ്രസിദ്ധനായ കള്ളനും. ഈ മോഷണവും കളനെയും 14 വർഷത്തിന് ശേഷം ഒരു സ്വകാര്യ ചാനലാണ് പുനരവതരിപ്പിച്ചത്. ഡോക്യുമെന്ററിയിൽ ഒക്ടേവ് ഡ്യൂറാം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ കവർച്ച എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു. 3 മിനിറ്റ് 40 സെക്കൻഡ് സമയം കൊണ്ടാണ് മോഷണം പൂർത്തിയാക്കിയത്. മ്യൂസിയത്തിന്റെ മേൽക്കൂരയിൽ കയറി ജനൽ ചില്ലുകൾ ചുറ്റിക ഉപയോഗിച്ച് തകർത്തു. എന്നിട്ടാണ് അകത്തു കടക്കാനായത്. ചുവരിൽ തൂക്കിയിരുന്ന 2 ചിത്രങ്ങൾ ഇളക്കിയെടുത്തു. കൊണ്ടുപോകാൻ എളുപ്പത്തിന് ഏറ്റവും ചെറിയ ചിത്രങ്ങളാണ് തിരഞ്ഞെടുത്തത്. കയറിലൂടെയാണ് മ്യൂസിയത്തിന് താഴേക്കിറങ്ങിയത്. മോഷണം നടക്കുമ്പോൾ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നെന്നും എന്നാൽ അവർ തന്നെ തിരിച്ചറിഞ്ഞില്ലെന്നും കള്ളൻ വെളിപ്പെടുത്തുന്നു. ചിത്രങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല മ്യൂസിയം തിരഞ്ഞെടുത്തത്. എത്ര സുരക്ഷയുള്ള സ്ഥലങ്ങളിലും കയറി മോഷ്ടിക്കാനുള്ള ആത്മവിശ്വാസമുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു. പിന്നീടാണ് താൻ മോഷ്ടിച്ച ചിത്രങ്ങൾ അമൂല്യമാണെന്ന് വ്യക്തമായത്. വാൻഗോഗിന്റെ അപൂർവ ചിത്രങ്ങളായിരുന്നു അത്. ഇതുവരെ വിപണിയിലെത്താത്തതുകൊണ്ട് ചിത്രങ്ങളുടെ മൂല്യം കണക്കാക്കിയിരുന്നില്ല. തുടർന്ന് അത് വിൽക്കാനുള്ള ശ്രമമായി. വീട്ടിലെത്തിയ ഉടൻ തന്നെ ചിത്രങ്ങളുടെ ഫ്രെയിമുകളും ചില്ലുകളും പൊളിച്ചുമാറ്റി. ഇതൊരു കനാലിൽ നിക്ഷേപിച്ചു. കയറിലൂടെയുള്ള ചാട്ടത്തിൽ ഒരു ചിത്രത്തിന്റെ നിറം ഇളകിയിരുന്നു. അത് ടോയ്ലറ്റിലും കളഞ്ഞു. പരസ്യമായി ചിത്രങ്ങൾ വിൽക്കാൻ ശ്രമിച്ചാൽ പിടിക്കപ്പെടുമെന്നതിനാൽ അധോലോക ഇടപാടുകാരെയാണ് സമീപിച്ചത്. ആദ്യം ചിത്രങ്ങൾ വാങ്ങാമെന്നേറ്റയാൾ കൊല്ലപ്പെട്ടു. പിന്നീട് മാഫിയ തലവനായ ഹെങ് ബെസ്ലിനുമായി ഇടപാടുറപ്പിച്ചു. 2.47 കോടി രൂപയ്ക്ക് വിൽപ്പന നടന്നു. മോഷണത്തിന് തന്റെ സഹായിയായി പ്രവർത്തിച്ച ആളുമായി പണം തുല്യമായി പങ്കിട്ടു. 6 ആഴ്ച കൊണ്ട് പണം മുഴുവൻ ചെലവഴിച്ചു. ബൈക്കുകളും ആഡംബര കാറും കാമുകിക്ക് ചില ആഭരണങ്ങളും വാങ്ങിയാണ് പണം പൊടിച്ചത്. എന്നാൽ പണം ചെലവഴിച്ചതാണ് കള്ളന് കെണിയായത്. ഈ ഷോപ്പിംഗിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച പോലീസ് വേഗം മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു. പിടികൂടാൻ അപ്പാർട്ട്മെന്റ് എത്തിയെങ്കിലും വാനരൻ എന്ന് വിളിപ്പേര് കൂടിയുള്ള ഡ്യൂറാം കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും അള്ളിപ്പിടിച്ചിറങ്ങി രക്ഷപ്പെട്ടു. പിന്നീട് പൊങ്ങിയത് സ്പെയിനിൽ. എന്നാൽ അവിടെ വെച്ച് പിടിക്കപ്പെട്ടു. മോഷണത്തിനിടെ അറിയാതെ വീണുപോയ തൊപ്പി പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും മോഷ്ടാവിനെതിരായ തെളിവായി. പിന്നീട് ശിക്ഷയും ലഭിച്ചു. ചിത്രങ്ങൾ അധികൃതർ വീണ്ടെടുത്തു. ഡോക്യുമെന്ററി പുറത്തിറങ്ങിയ ദിവസം തന്നെ മ്യൂസിയത്തിൽ നഷ്ടപ്പെട്ട ചിത്രങ്ങൾ വീണ്ടും പ്രദർശിപ്പിച്ചു തുടങ്ങി. മാത്രമല്ല, ഡ്യൂറാം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർക്കുന്നു. പലർക്കും ജന്മനാ തന്നെ ചില കഴിവുകൾ ലഭിക്കും. ചിലർക്ക് അധ്യാപനത്തിലാകും, മറ്റു ചിലർക്ക് ഫുട്ബോളിലും. എന്നാൽ തനിക്ക് മോഷണമാണ് ജന്മസിദ്ധിയായി ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.